ശമ്പള വർധനവ് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനായുള്ള 8ാം ശമ്പള കമ്മീഷന്റെ ചർച്ചകൾ രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. രാജ്യത്തെ 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 70 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം ജൂലൈ 31 തീർത്തും നിർണായകമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വരാനിരിക്കുന്ന ശമ്പള വർധനവ് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ടുള്ള 8ാം ശമ്പള കമ്മീഷന്റെ ചർച്ചകൾ ഇപ്പോൾ രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള ശമ്പള പാനൽ വിവിധ നഗരങ്ങളിൽ ജീവനക്കാരുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും നടത്തിവരികയാണ്. നിലവിലെ ജീവിത ചെലവും പണപ്പെരുപ്പവും കണക്കിലെടുത്തുകൊണ്ട് അടിസ്ഥാന ശമ്പളത്തിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഘടകം 3.83 ഉയർത്തണമെന്നാണ് പ്രധാന ആവശ്യം. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിലവിലെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 283% വർദ്ധിച്ച് 68,940 രൂപയായി ഉയരും. രാജ്യത്തെ 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 70 ലക്ഷത്തോളം പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കുന്നതാണ് ഈ ശമ്പള പരിഷ്കരണം. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും കോൺഫെഡറേഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച വിശദമായ മെമ്മോറാണ്ടത്തിൽ മിനിമം ശമ്പളം ഉയർത്തുന്നതിനൊപ്പം തന്നെ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, വീട്ടുവാടക അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. മുമ്പ് നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഘടകം 2.57 ആയിരുന്നു. പുതിയ ആവശ്യപ്രകാരം അടിസ്ഥാന ശമ്പളത്തെ 3.83 കൊണ്ട് ഗുണിച്ചായിരിക്കും പുതുക്കിയ ശമ്പളം നിശ്ചയിക്കുന്നത്. ചില സംഘടനകൾ കുറഞ്ഞ ശമ്പളം 55,000 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പരിപാലന ചെലവുകളും വിദ്യാഭ്യാസ ചെലവുകളും മുൻനിർത്തി 10 വർഷം മുമ്പ് നിശ്ചയിച്ച 18,000 രൂപയെന്ന അടിസ്ഥാന ശമ്പളം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾക്ക് യോജിച്ചതല്ലെന്നാണ് ജീവനക്കാരുടെ പക്ഷം. നിലവിലെ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അന്തിമ ശമ്പള വർധനവ് എത്രയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. കമ്മീഷൻ തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് 2027 മധ്യത്തോടെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭ ഇത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ശമ്പള വർധനവിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ഒടുവിൽ ജൂലൈ 31 തീർത്തും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ജീവനക്കാർക്ക്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.